ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത് എപ്പോഴും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിജയശതമാനം വർദ്ധിക്കുന്നതും. ജില്ലാ പഞ്ചായത്തിന്റെ സാരഥികളും അധ്യാപകരും വിജയോത്സവം പോലുള്ള പദ്ധതികളാണ് ഇതിനായി ആവിഷ്കരിക്കുന്നത്. ഇതുതന്നെ 100% വിജയം ഉറപ്പാക്കുകയും ചെയ്യും. പ്രധാന വാർത്തകളിലേക്ക്. മനുഷ്യക്കടത്തെന്ന സംശയത്തിൽ പോലീസ് പിടികൂടിയ അന്യസംസ്ഥാനക്കാരെ ജോലിരേഖകൾ ഹാജരാക്കിയതിനെ തുടർന്ന് വിട്ടയച്ചു. UPA ഭരിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള 8 മന്ത്രിമാർ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി എന്തു ചെയ്തുവെന്നതിന് ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന കൂട്ടായ്മയിലൂടെ വിജയോത്സവം പദ്ധതി വിജയം കൈവരിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവം പദ്ധതിക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. നഗരത്തിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട 48ഓളം ബംഗാൾ സ്വദേശികളെ കസബ പോലീസ് പിടികൂടി. വെള്ളിയാഴ്ച രാവിലെ പാളയം ബസ് സ്റ്റാൻഡിൽ കുട്ടികളടങ്ങുന്ന സംഘത്തെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. എന്നാൽ ജോലി സംബന്ധമായി കോഴിക്കോട്ടെത്തിയതാണെന്ന് അന്വേഷണത്തിനു ശേഷം പോലീസ് വ്യക്തമാക്കി. ബംഗാൾ സ്വദേശികളായ 48ഓളം പേരെയാണ് കസബ പോലീസ് വെള്ളിയാഴ്ച രാവിലെ സ്റ്റേഷനിലെത്തിച്ചത്. 23 പുരുഷന്മാരും 15 സ്ത്രീകളും 10 കുട്ടികളും അടങ്ങുന്ന സംഘം പാളയം ബസ് സ്റ്റാൻഡിൽ സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്നത് കണ്ടതിനാൽ നാട്ടുകാർ പോലീസിൽ വിവരം നൽകുകയായിരുന്നു. തുടർന്ന് കസബ SI C പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തിയാണ് ഇവരെ സ്റ്റേഷനിലെത്തിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കട്ടാങ്ങൽ NITയിൽ കീർ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ബംഗാളിലെ മുത്തു റഹ്മാൻ എന്ന ഏജന്റ് വഴിയാണ് ഇവരെ ജോലിക്കായി കൊണ്ടുവന്നത്. 2 മാസം കൂടുമ്പോൾ 10,000 രൂപ നൽകും എന്നതായിരുന്നു വാഗ്ദാനം. കീർ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് കമ്പനി ഏജന്റ് മണികണ്ഠൻ മുഖേനയാണ് ഇവരെ കോഴിക്കോട്ടെത്തിച്ചത്. ഇവരുടെ തൊഴിൽ സംബന്ധമായ രേഖകളും മറ്റു വിവരങ്ങളും ഏജന്റ് മണികണ്ഠന്റെ കൈവശമുണ്ടെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണികണ്ഠനെ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ രേഖകൾ ഹാജരാക്കിയാൽ ബംഗാൾ സ്വദേശികളെ വിട്ടയക്കുമെന്ന് പോലീസ് അധികൃതർ പറഞ്ഞു. കേസെടുക്കുകയോ യാതൊരുവിധ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യില്ലെന്നും SI C പുരുഷോത്തമൻ അറിയിച്ചു. കുട്ടികളടക്കമുള്ള അന്യസംസ്ഥാനക്കാരെ കൂട്ടത്തോടെ കണ്ടതാണ് നാട്ടുകാർക്ക് മനുഷ്യക്കടത്തായി തോന്നിയത്. 10 വർഷം ഭരിച്ച UPAയിൽ കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാർ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഇവർ എന്തു ചെയ്തുവെന്ന് ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ. കേന്ദ്ര ബജറ്റിലേക്ക് നിർദ്ദേശം നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ച് BJP മന്ത്രി MK മുനീറിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിലേക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടി മന്ത്രിമാരുടെ ക്യാമ്പ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് മന്ത്രി MK മുനീറിന്റെ ചാലപ്പുറത്തെ ക്യാമ്പ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധമിരമ്പി. ക്യാമ്പ് ഓഫീസ് പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 10 വർഷം UPA ഭരിച്ചതിൽ 8 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഇവർ കേരളത്തിന്റെ വികസനത്തിന് എന്തു ചെയ്തുവെന്ന് ധവളപത്രം പുറത്തിറക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ NDA ഭരണകാലത്ത് O രാജഗോപാൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുൻ കേന്ദ്രമന്ത്രി AK ആന്റണി തന്നെ പ്രശംസിച്ചതാണ്. കൃത്യമായി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിനാലാണ് അന്ന് കേന്ദ്ര പരിഗണന ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ കേരളം അനാസ്ഥ കാണിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന UPA സർക്കാർ
കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആദ്യമായി അവർ തുറന്നു പറയണം. 8 കേന്ദ്രമന്ത്രിമാര് സുഖരപ്രസവത്തെ അനുസ്മരിപ്പിക്കും വിധം 8 കേന്ദ്രമന്ത്രിമാര് പ്രതിരോധ വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും അമർന്നിരുന്ന 8 കേന്ദ്രമന്ത്രിമാര് ഒരു 15 കാലം കേന്ദ്രത്തില് അധികാരത്തിലിരുന്നപ്പോൾ കേരളത്തിന് എന്ത് നൽകി എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ആദ്യമായി തുറന്നു പറയാൻ, അത് പൊതുജന സമക്ഷം വെക്കാൻ ആവശ്യമായ ഒരു ധവളപത്രം ഇറക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. BJP ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ് അധ്യക്ഷനായിരുന്നു. MC ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, പൊക്കനാരി ഹരിദാസൻ, BK പ്രേമൻ, ജയ സദാനന്ദൻ, സുഗീഷ് ബാബു, TP സുരേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വടകരയിൽ കൂറ്റൻ നീലത്തിമിംഗലം തീരത്തടിഞ്ഞു. വ്യാഴാഴ്ച രാത്രിയാണ് ചത്ത നീലത്തിമിംഗലത്തെ നാട്ടുകാർ കണ്ടത്. മുനിസിപ്പൽ അധികൃതരും നാട്ടുകാരും ചേർന്ന് ജഡം സംസ്കരിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് കൂറ്റൻ നീലത്തിമിംഗലം ചത്ത നിലയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ജഡം ചീഞ്ഞളിഞ്ഞ നിലയിലാണ് ഉള്ളത്. 2 ദിവസം മുൻപ് ആഴക്കടലിൽ നിന്നും ചത്ത ശേഷം കരയ്ക്ക് അടിഞ്ഞതാവാമെന്നാണ് വിലയിരുത്തൽ. മുനിസിപ്പൽ അധികൃതരും നാട്ടുകാരും ചേർന്ന് തിമിംഗലത്തിന്റെ ജഡം സംസ്കരിച്ചു. സാധാരണ പ്രായമേറിയാലും കപ്പലിടിച്ചുമാണ് തിമിംഗലങ്ങൾ ചാവാറുള്ളത്. കേരളത്തിന്റെ തീരപ്രദേശത്ത് അപൂർവമായാണ് തിമിംഗലം ചത്തുപൊങ്ങുന്നത്. നീലത്തിമിംഗലം കരക്കടിഞ്ഞതോടെ നിരവധി പേരാണ് കാണാനെത്തിയത്. %100 വിജയം എന്ന ലക്ഷ്യം വിജയോത്സവം പദ്ധതിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചതായും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന കൂട്ടായ്മയാണ് പദ്ധതിയുടെ വിജയമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവം പദ്ധതിയുടെ ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം ജില്ലാതല ശില്പശാല നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 100% വിജയം എന്ന ലക്ഷ്യം വിജയോത്സവം പദ്ധതിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന കൂട്ടായ്മയാണ് ഈ പദ്ധതിയുടെ വിജയമെന്നും അവർ പറഞ്ഞു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വെക്കുന്ന ഫണ്ട് മതിയാവുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാം. എന്നാലും വിദ്യാഭ്യാസ സമിതി നമ്മളോട് വന്ന് പറയുമ്പോൾ അതിലൊരു പിശുക്കും കാണിക്കാതെ ഫണ്ട് നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നോംസിന് വിധേയമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചില പരിമിതികൾ വരുന്നത്. എന്നിരുന്നാലും എനിക്ക് നമ്മുടെ റൂറൽ ഏരിയയിലുള്ള അധ്യാപകരാണ് ഇത് നടത്തുന്നത്. ഈ പ്രാവശ്യത്തെ വിജയ ശതമാനം കണക്കാക്കുമ്പോൾ റൂറൽ ഏരിയയിലുള്ള അതേപോലെ തന്നെ ആ സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകൾ അടക്കമുള്ള സ്കൂളുകളിലൂടെ വിജയ ശതമാനം കാണുമ്പോൾ ശരിക്കും ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്, അഭിമാനിച്ചിട്ടുണ്ട്, നിങ്ങളെ അഭിനന്ദിച്ചു. അത് ചിലപ്പോ പലർക്കും അത് പ്രയാസമായിട്ട് വരുന്നുണ്ടാവും. അത് നമ്മൾ നോക്കും. അപ്പൊ ഈ കൂട്ടായ്മ ഇപ്പൊ വിവിധ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ആശ്വാസം. SSA ഉണ്ട്, ഡയറ്റ് ഉണ്ട്. ഡയറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതും ഇതുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ എങ്ങനെ പറ്റും എന്നുള്ളത് കൂടി ആലോചിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത ഒരു വെല്ലുവിളിയാണ്. അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കാനത്തിൽ ജമീല പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ അധ്യക്ഷം വഹിച്ചു. P ശിവദാസൻ, ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ, CK വാസു, TK രാജേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. ഇടറാതെ കാലിടറാതെ അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.
കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മത്സ്യഗവേഷണ കേന്ദ്രത്തിലെ ഫിഷ് ഫാമിന്റെ ചുറ്റുമതിൽ കടൽക്ഷോഭത്തിൽ തകർന്നു. 4 ദിവസത്തിനുള്ളിൽ 60 മീറ്ററോളം നീളത്തിൽ കടൽ കയറിയിട്ടുണ്ട്. അടിയന്തര നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഫാമുകളിലൊന്ന് കടലെടുക്കുമെന്ന സ്ഥിതിയിലാണ്. കളക്ടർ CA ലത സ്ഥലം സന്ദർശിച്ചു. വെസ്റ്റ് ഹിൽ കോന്നാട് ബീച്ചിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിലെ മറൈൻ ഫിഷ് ഫാമിന്റെ ചുറ്റുമതിൽ വീണ്ടും കടലെടുത്തു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 60 മീറ്ററോളം നീളത്തിലാണ് കടൽ കയറിയത്. പിറകുവശത്തെ ചുറ്റുമതിലിന്റെ ഏറെ ഭാഗവും തകർന്നു വീണു. ഫാമിന്റെ പമ്പ് ഹൌസിന് 1/2 മീറ്റർ അകലം വരെ കടൽ കയറിയിട്ടുണ്ട്. അടിയന്തര നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഫാമുകളിലൊന്ന് കടലെടുക്കുമെന്ന സ്ഥിതിയിലാണ്. മുൻകരുതൽ എന്ന നിലയിൽ പമ്പ് ഹൌസിലെ മോട്ടോറുകൾ അഴിച്ചുമാറ്റി. കടലിൽ നിന്ന് വെള്ളമെടുത്താണ് ഫാമിലും അക്വേറിയത്തിലുമെല്ലാം ഉപയോഗിക്കുന്നത്. പമ്പ് ഹൌസ് തകർന്നാൽ ഈ പ്രവർത്തനമെല്ലാം തടസ്സപ്പെടും. ആദ്യമായാണ് ഇത്രയും ശക്തമായ കടൽക്ഷോഭം ഈ ഭാഗത്തുണ്ടാവുന്നത്. വെസ്റ്റ് ഹിൽ ശാന്തിനഗർ കോളനി വരെയാണ് കടൽഭിത്തിയുള്ളത്. ഇവിടേക്ക് കൂടി അടിയന്തരമായി കടൽഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ട് CMFRI അധികൃതർ ജില്ലാ ഭരണകൂടത്തിനുൾപ്പെടെ നേരത്തെ നിവേദനം നൽകിയതാണ്. ഇറിഗേഷൻ വകുപ്പ് അധികൃതരെയും അറിയിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ നടപ്പായില്ല. CMFRIയുടെ മലബാറിലെ ഏക സ്ഥാപനമാണിത്. അടിയന്തര നടപടികൾ വൈകിയതിനാൽ CMFRIയുടെ നേതൃത്വത്തിൽ 6 ലോഡ് കരിങ്കല്ല് കടൽ തീരത്തിട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ചുകല്ല് സംരക്ഷണത്തിനായി പമ്പ് ഹൌസിന് സമീപം ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് പോലും ശക്തമായ തിരയടിക്കുന്നുണ്ട്. 100 മീറ്ററോളം നീളത്തിലാണ് ചുറ്റുമതിൽ തകർന്നിരിക്കുന്നത്. അതിനാൽ കൂടുതൽ കരിങ്കല്ലിട്ട് കടൽ കയറുന്നത് തടയണം. അല്ലെങ്കിൽ ഫാമുകൾ ഓരോന്നായി കടലെടുക്കും. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അടിയന്തരമായി ഇവിടെ കടൽഭിത്തി കെട്ടി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് അധികൃതർ കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കലക്ടർ CA ലതയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സ്ഥലം സന്ദർശിക്കാനെത്തിയിരുന്നു. കടൽക്ഷോഭത്തിൽ നിന്നും ചുറ്റുമതിലിനെ സംരക്ഷിക്കാനായി താൽക്കാലിക നടപടികൾ സ്വീകരിക്കുമെന്ന് കലക്ടർ പറഞ്ഞു. ഗവൺമെന്റ് സ്ഥാപനം ഇവിടെ ഉണ്ട്. അവരുടെ കോമ്പൗണ്ട് വാൾ പോയി എന്ന് പറഞ്ഞ് അത് നോക്കാൻ വന്നതാണ്. കടൽക്ഷോഭം ഇപ്പോൾ ശക്തിയാണ്. കാലവർഷം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാനായിട്ടാണ് വന്നത്. ഇറിഗേഷൻ ഓൾറെഡി പെർമനന്റ് സീ വാൾ കെട്ടാനായിട്ട് ഒരു പ്രപ്പോസൽ നേരത്തെ 3 കോടിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് ടേക്കപ്പ് ചെയ്യാൻ അവർക്ക് ഫണ്ട്സ് ഒക്കെ കിട്ടി വരണം. ഇത് പെർമനന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതിനുശേഷമല്ലേ ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പൊതുമേഖലാ ബാങ്കിംഗ് സംരക്ഷിക്കാൻ ജനകീയ സമിതികൾ രൂപീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ജൂലൈ 20, 21 തീയതികളിൽ പാലക്കാട് സംസ്ഥാന കൺവെൻഷൻ നടത്തും. കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ജൂലൈ 19 ടൌൺ ഹാളിൽ നടക്കുമെന്നും ബെഫി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുമ്പ് UPA ഗവൺമെന്റ് ചെയ്തതിന്റെ തുടർച്ചയായ നിലക്ക് NDA ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതുവരെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്ക് വിലയിടാക്കിക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വായ്പാ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്ന രീതിയിൽ, പമ്പൻ കുത്തക കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കത്തക്ക രീതിയിൽ ബാങ്കിംഗ് മേഖലയെ പുനഃസംവിധാനം ചെയ്യുന്ന ഒരു പണിയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി UPA NDA വ്യത്യാസമില്ലാതെ ഗവൺമെന്റുകൾ 1990-കൾക്ക് ശേഷം ചെയ്തു പോകുന്നത്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഈ ബാങ്കിംഗ് സെക്ടർ ആകെ ഒരു തകർച്ച നേരിടാൻ പോവുകയാണ്.
എന്നാൽ മേൽ സൂചിപ്പിച്ച പല വഴികളിൽ കൂടി പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തെ തകർക്കാനും പൊതുജനങ്ങളെ ബാങ്ക് ശാഖകളിൽ നിന്ന് ഒഴിവാക്കാനും ഇടയാക്കുന്ന എല്ലാ പരിഷ്കാരങ്ങളെയും സ്വകാര്യവൽക്കരണ നീക്കങ്ങളെയും ഈ മേഖലയിലെ ജീവനക്കാരെ അണിനിരത്തിയും ജനകീയ സഹകരണത്തോടെയും ബെഫി ചെറുക്കുക തന്നെ ചെയ്യും. ഇതിന്റെ ഭാഗമായാണ് ട്രേഡ് യൂണിയനുകളുടെയും ബഹുജന പ്രസ്ഥാനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ബാങ്ക് സ്വകാര്യവൽക്കരണ വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ച് ബഹുജന പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. CITU, INTUC, BMS, HMS, TUCI, AITUC, STU എന്നീ ട്രേഡ് യൂണിയനുകൾ ജനകീയ സമിതിയിൽ അംഗങ്ങളാണ്. ജില്ലാതല കൺവെൻഷനുകൾ ആഗസ്റ്റിൽ പൂർത്തീകരിച്ച് താഴെ തലങ്ങളിലേക്കും ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതാണ്. പൊതുമേഖലാ ബാങ്കുകളെയും ഗ്രാമീണ സഹകരണ ബാങ്കുകളെയും സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് പാലക്കാട് വെച്ച് ജൂലൈ 20-21 തീയതികളിൽ നടക്കുന്ന ബെഫിയുടെ സംസ്ഥാനതല ശില്പശാല അന്തിമ രൂപം നൽകുമെന്നും ബെഫി നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല കൺവെൻഷൻ ജൂലൈ 19 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് കേരള പെരുന്നാൾ നിലാവ് പ്രകാശനം ചെയ്തു. PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ PK അഹമ്മദ് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രീതി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ സിറാജ് പ്രീതി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ മുന്നോടിയായി ന്യൂസ് കേരള ദിനപത്രം പ്രസിദ്ധീകരിക്കുന്ന പെരുന്നാൾ നിലാവ് പ്രത്യേക പതിപ്പ് പ്രകാശനം ചെയ്തു. ന്യൂസ് കേരളയിൽ നടന്ന ചടങ്ങിൽ PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ PK അഹമ്മദ് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രീതി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ സിറാജ് പ്രീതി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. പത്രത്തിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ന്യൂസിന്റെ വാല്യൂ അതൊന്ന് നന്നാക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് അത് നിങ്ങൾക്ക് എടുക്കാം. എന്റെ അഭിപ്രായം ഞാൻ പറയാം. ന്യൂസ് കേരള മാനേജിംഗ് എഡിറ്റർ VP അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. MVK അസോസിയേറ്റ് മാനേജിംഗ് ഡയറക്ടർ MV കുഞ്ഞാമു, KPS ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ KP മുഹമ്മദ് അലി, ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ചെയർമാൻ ആറ്റോക്കോയ പള്ളിക്കണ്ടി, വിചാരവേദി പ്രസിഡന്റ് ഹമീദ് വാണിമേൽ, കോളമിസ്റ്റ് AI അബ്ദുൾ മജീദ്, യുവജനക്ഷേമ ബോർഡ് മെമ്പർ A ഷിയാലി, ന്യൂസ് കേരള എഡിറ്റർ നിസാർ ഒളവണ്ണ, ജനറൽ എഡിറ്റർ CMK പണിക്കർ എന്നിവർ സംബന്ധിച്ചു. റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊപ്പം പ്രാധാന്യമുള്ള ഒന്നാണ് നോമ്പുതുറയും. വീടുകളിലും പള്ളികളിലുമായി വിശ്വാസികൾ നോമ്പു തുറക്കുന്നു. മലബാറിൽ നോമ്പുതുറയ്ക്ക് അറേബ്യൻ വിഭവങ്ങൾക്ക് പ്രിയമേറുകയാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നോമ്പുതുറയ്ക്ക് അറേബ്യൻ വിഭവങ്ങളുമായി ബേക്കറികളും സജീവമാണ്. നിഖിൽ ഈശ്വറിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രവാസികളേറെയുള്ള മലബാറിൽ റംസാൻ വിഭവങ്ങളിൽ അറേബ്യൻ പലഹാരങ്ങൾ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി മാറിയിരിക്കുകയാണ്. ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, മുട്ടമാല, മുട്ടസുർക്ക, ചെമ്മീൻ പത്തിരി തുടങ്ങി അറേബ്യൻ നാടുകളിലെ വിഭവങ്ങളൊക്കെ ഇന്ന് മലബാറിലും സുലഭമായി ലഭിക്കും. അറേബ്യൻ നാടുകളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ ഉയർന്ന ശമ്പളം നൽകിയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ ബേക്കറികളിൽ അറേബ്യൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനായി നിർത്തിയിരിക്കുന്നത്. അറേബ്യൻ വിഭവങ്ങൾക്ക് പുറമെ ഉന്നക്കായ, പഴംപൊരി, സമൂസ, കട്ട്ലറ്റ് തുടങ്ങിയ നാടൻ വിഭവങ്ങൾക്കും ആവശ്യക്കാരേറെയുണ്ട്. എങ്കിലും ഇഫ്താർ വിരുന്നുകളിലും നോമ്പുതുറ സൽക്കാരങ്ങളിലും അറേബ്യൻ വിഭവങ്ങളാണ് ഇന്ന് മലബാറുകാരെ കാത്തിരിക്കുന്നത്. നിഖിലീശ്വർ, മലപ്പുറം. സെക്യൂരിറ്റി ജീവനക്കാരുടെ ദിവസവേതനം 700 രൂപയായി ഉയർത്തണമെന്ന് ഓൾ കേരള സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ട്രെയിൻ യാത്രാചരക്ക് കൂലികൾ വർദ്ധിപ്പിച്ചതിനാൽ ദൈനംദിന ജീവിതത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുകയാണെന്നും അതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ ദിവസവേതനം 700 രൂപയായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഓൾ ഇന്ത്യ സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ അഡ്വക്കേറ്റ് M രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് തന്റെ കൂടെയുള്ള ആളുകൾക്ക് സഹായമായി എന്ത് ചെയ്യാൻ സാധിക്കും, എത്രമാത്രം അവർക്ക് സഹായം ലഭിക്കുന്നുണ്ട്, ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കുന്നു എന്ന് അറിയുമ്പോഴാണ്, കണക്കുകൂട്ടുമ്പോഴാണ് ആ മനുഷ്യന്റെ ജന്മം തന്നെ വില എത്രയാണെന്ന് മനസ്സിലാക്കുന്നത്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ അധ്യക്ഷം വഹിച്ചു. റിട്ടയർഡ് കേണൽ KR വേണുഗോപാലക്കുറുപ്പ് മുഖ്യാതിഥിയായിരുന്നു. റിട്ടയർഡ് ക്യാപ്റ്റൻ PK ദാമോദരൻ, K ജോർജ്, PK വിശ്വനാഥൻ, VC ശൈലജ, RK വേലായുധൻ, KP അബൂബക്കർ, TC സാമി, K പ്രേംകുമാർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ.
Premier, the king of footwears. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പൊതു ഇടങ്ങളിലും നിരോധിച്ച ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോതമംഗലം സ്കൂളിന് സമീപം അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും ലഹരി വസ്തുക്കൾ കൊയിലാണ്ടി പോലീസ് പിടികൂടി. സംസ്ഥാന സർക്കാർ നിരോധിച്ച ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കുമെതിരെ ശക്തമായ നടപടികൾ പോലീസ് തുടരുന്നു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റു പൊതു ഇടങ്ങളിലും പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡുകൾ നടത്തുന്നുണ്ട്. റെയ്ഡിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോതമംഗലം സ്കൂളിനു സമീപം പച്ചക്കറി മാർക്കറ്റിനോട് ചേർന്നുള്ള കടയിൽ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. കൊയിലാണ്ടി SIന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഹാൻഡ്സ്, പാൻപരാഗ്, കൂൾ ലിപ്സ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ റെയ്ഡിൽ പോലീസ് കണ്ടെടുത്തു. റെയ്ഡുകൾ വീണ്ടും ശക്തമാക്കുമെന്നും ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. അനധികൃതമായി അനുവദിച്ച 137ഓളം മൊബൈൽ ടവറുകളുടെ നിർമ്മാണത്തിനുള്ള അനുമതി റദ്ദാക്കണമെന്ന് ജനകീയ കമ്മിറ്റി. കോഴിക്കോട് കോർപ്പറേഷൻ തീർത്തും നിയമവിരുദ്ധമായിട്ടാണ് ടവറുകളുടെ അനുമതി നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ ഓഗസ്റ്റ് 6 മുതൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ജനകീയ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ 137 ടവറുകൾക്കാണ് ഇവർ അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ റിലയൻസ് കമ്പനി ചെയ്യുന്നതോ ഓരോ ഏരിയകളിൽ വന്ന് പ്രാദേശികമായി ഓരോ പ്രദേശത്ത് ബിൽഡിംഗ് റെന്റിനെടുത്തുകൊണ്ട് അതിന്റെ മേലെ ടവറുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അവിടെ ഈ പ്രാദേശികമായി എല്ലാ സ്ഥലങ്ങളിലും ഈ സമരങ്ങളായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം പരിഗണിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ അനുവദിച്ചു കൊടുത്ത റിലയൻസ് കമ്പനി ടവർ നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത് അതത് പരിസരവാസികളോടുള്ള വെല്ലുവിളിയും കടുത്ത വഞ്ചനയുമാണ്. നിർദ്ദിഷ്ട ടവറുകളുടെ 500 മീറ്റർ ചുറ്റളവിലായി ജീവിക്കുന്ന ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർക്കും കുഞ്ഞുങ്ങൾക്കുമുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തരിമ്പും കണക്കിലെടുക്കാതെയാണ് ടവർ നിർമ്മിക്കാനുള്ള അനുമതി കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ അനുമതി റദ്ദാക്കുമെങ്കിലും കോടതികളിൽ ടവർ കമ്പനികൾക്ക് അനുകൂലമായ നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിക്കുന്നത്. ഇത്തരം ഇരട്ടത്താപ്പ് നയങ്ങൾക്കെതിരെയാണ് ജനകീയ കമ്മിറ്റി ഓഗസ്റ്റ് 6 മുതൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതെന്നും പറഞ്ഞു. അനീതി കണ്ടിട്ടും ഭരണകൂടം മിണ്ടാതിരിക്കുമ്പോൾ ജനം തെരുവിലിറങ്ങുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കൈകോർത്ത് ചങ്ങല ചമയ്ക്കുന്ന ഈ യുവ ആവേശം. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മനുഷ്യച്ചങ്ങല തീർത്തത്. ഫേസ്ബുക്ക് കൂട്ടായ്മയായ കാലിക്കറ്റ് കൺഫെഷൻസിന്റെ ആഭിമുഖ്യത്തിലാണ് ഗാസയിലെ കുരുതി കഴിക്കപ്പെടുന്ന കുരുന്നുകൾക്ക് ഐക്യദാർഢ്യവുമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണം. കോർപ്പറേഷൻ പരിസരം മുതൽ ലയൺസ് പാർക്ക് വരെ മനുഷ്യച്ചങ്ങല നീണ്ടു. സ്ത്രീകളും കുട്ടികളുമടക്കം 1000ഓളം പേർ പങ്കെടുത്തു. കോഴിക്കോടിന് പുറമെ കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നും ആളുകളെത്തി. ഇസ്രയേലിന്റെ യുദ്ധക്കൊതിക്കെതിരെയും തോക്കിനും ബോംബിനുമിടയിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന പാലസ്തീൻ ബാല്യങ്ങളെക്കുറിച്ചും ഫേസ്ബുക്കിൽ നിരവധി പോസ്റ്ററുകൾ കാലിക്കറ്റ് കൺഫെഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, കെ അജിത, അജീബ് കോമാച്ചി എന്നിവർ സംസാരിച്ചു. അണിചേർന്നവർ ഇസ്രായേൽ അതിക്രമങ്ങളെ അപലപിച്ചു. ഇനിയൊരു യുദ്ധം വേണ്ടെന്ന പ്രഖ്യാപനവുമായി വെള്ളരിപ്രാവുകളെ പറത്തി. Solidarity
രാജ്യമേതായാലും വേട്ടയാടപ്പെടുന്നവന് എവിടെയും ഒരു മുഖമാണെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് മനുഷ്യച്ചങ്ങല അവസാനിച്ചത്. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പകർന്ന് കൂട്ടായ്മകളും പ്രകടനങ്ങളും. ഡിവൈഎഫ്ഐ, CITU, FSCTO എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികൾ ഒരുക്കിയാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെ പാലസ്തീൻ ജനത നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പകർന്ന് നഗരത്തിൽ വിവിധ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ പ്രകടനങ്ങൾ നടത്തി. നഗരത്തിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഡിവൈഎഫ്ഐ, CITU, FSCTO തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികൾ ഒരുക്കിയാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. പാലസ്തീനുമേൽ ഇസ്രായേലിന്റെ അതിക്രമം ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. ആക്രമണം നിർത്തിവെക്കാൻ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സ്പോർട്സ് കൌൺസിൽ ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ KEN കുഞ്ഞമ്മദ് ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ഏകധ്രുവ ലോകത്തിന്റെ കൊലവിളിയാണ് ഗാസിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് KEN കുഞ്ഞമ്മദ് പറഞ്ഞു. ഇസ്രയേൽ നടത്തുന്ന അക്രമത്തിൽ ഇന്ത്യ തുടരുന്ന മൌനം സാമ്രാജ്യത്തിനു മുമ്പിലുള്ള സാഷ്ടാംഗം പ്രണമിക്കലാണ്. ഔപചാരികമായെങ്കിലും നിലനിന്ന ചേരിചേരാ നയത്തിനു മുന്നിൽ മരണത്തിന്റെ മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. പാലസ്തീൻ കുറെ മനുഷ്യർ മരിച്ചു വീഴുന്നുവെന്നല്ല, ഒരു ചരിത്രം കുഴിച്ചുമൂടുന്നുവെന്നതാണ് നാം മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. M. മുരളീധരൻ സ്വാഗതവും RV അബ്ദുള്ള നന്ദിയും പറഞ്ഞു. DD ഓഫീസിന് മുന്നിൽ ആരംഭിച്ച പ്രകടനം LIC കോർണറിൽ സമാപിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും KMCT ആയുർവേദ കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ മേയർ AK പ്രേമജ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭാരതീയ ചികിത്സാ വകുപ്പും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും മണാശ്ശേരി KMCT ആയുർവേദ കോളേജും സംയുക്തമായാണ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നതിനെക്കുറിച്ചുള്ള ക്ലാസും ഔഷധ സസ്യ പ്രദർശനവും നടന്നു. ബോധവൽക്കരണ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ മേയർ AK പ്രേമജം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PK വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. M. രാധാകൃഷ്ണൻ, ഡോക്ടർ VN ഗോപിനാഥൻ, AV ഷെറിൻ, M. വേലായുധൻ, C. രാഘവൻ, VG ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ CJ നവീൻ നന്ദി പറഞ്ഞു. പ്രശ്നോത്തരയിൽ സെന്റർ പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അമൽ ദാമോദരനും N. ശ്രീരാമും ഒന്നാം സ്ഥാനം നേടി. പൈമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നയനകൃഷ്ണയ്ക്കും അനന്യയ്ക്കുമാണ് രണ്ടാം സ്ഥാനം. അറിയിപ്പുകൾ. 2 മാസം പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 90 രൂപ നിരക്കിൽ ജില്ലാ മൃഗാശുപത്രിയിൽ 19 രാവിലെ 9 മുതൽ വിൽപ്പന നടത്തും. ഫോൺ 9745708554. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനുഷ്യക്കടത്തെന്ന സംശയത്തിൽ പോലീസ് പിടികൂടിയ അന്യസംസ്ഥാനക്കാരെ ജോലിരേഖകൾ ഹാജരാക്കിയതിനെ തുടർന്ന് വിട്ടയച്ചു. UPA ഭരിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള 8 മന്ത്രിമാർ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി എന്തു ചെയ്തുവെന്നതിന് ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന കൂട്ടായ്മയിലൂടെ വിജയോത്സവം പദ്ധതി വിജയം കൈവരിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവം പദ്ധതിക്ക് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.